ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിലിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്, അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യുക, വേഗം ബുക്ക് ചെയ്യുക. അത്ര സെഷൻസ് ഇപ്പോൾ ബാക്കിയില്ല. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിൽ റീഡിങ്സ് ആണ് ചെയ്യാറ്. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു മെമ്പർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട് യൂട്യൂബിൽ. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം വെച്ചാൽ അതിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി വീഡിയോസ് കാണാൻ പറ്റും. ഞാൻ അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റും. നോൺ മെമ്പേഴ്സിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് മെസ്സേജസ് പറയുന്നത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിങ്ങിൽ നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പൊ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ലിയോയുടെ ഓവറോൾ എനർജിയാണ് ഹൈറോഫാന്റ്, ടോറസ് എനർജി. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് എംപ്രസ്. നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ പേജ് ഓഫ് വാൻസ്. നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 ഓഫ് കപ്സ്. ഈ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് വാൻസ്. നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ 2 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് ടെമ്പറൻസ്. ആൻഡ് ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലിയോ, ഞാൻ കാണുന്നത് ഇവിടെ ഹൈറോഫാന്റ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ടോറസ് എനർജിയാണ് ഇത് ഒരു സ്പിരിച്വൽ കാർഡാണ് ആക്ച്വലി. ഈ സമയത്ത് നിങ്ങൾ കുറേ സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യേണ്ട ഒരു പേഴ്സൻ്റെ കൂടെ. ഇത് ചില സമയത്ത് ഒരു മാരേജിന്റെ കാർഡുമായിരിക്കാം. അപ്പൊ നിങ്ങൾ മാരീഡ് ആണ്, അതല്ല നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെ ഡീൽ ചെയ്യണ പേഴ്സൺ അവർ മാരീഡ് ആയിരിക്കാം, അതല്ല രണ്ടാളും മാരീഡ് ആയിരിക്കാം. ആൻഡ് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. ഹൈറോഫാന്റ്, നിങ്ങൾ മാരീഡ് അല്ലച്ച മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ടാവും, ഒരു മാരേജ് വേണം, അങ്ങനത്തെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും. ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഒരു മാരേജ്, കുട്ടിയോള്, ഫാമിലി. ഇപ്പൊ 6 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ആൻഡ് മജീഷ്യന്റെ കാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണെ കുറെ മുമ്പേ മീറ്റ് ചെയ്തതാണ്. മേ ബി നിങ്ങൾ മുമ്പേ ഫ്രണ്ട്സ് ആയിരുന്നു, ഓർ മുമ്പേ നിങ്ങൾ മേ ബി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ അത് എന്തോ കാരണം കൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഒരു സെപ്പറേഷൻ ഉണ്ടായി. ഓരൽസ് നിങ്ങളുടെ കല്യാണം കഴിയാൻ പറ്റിയില്ല. പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ ഇവിടെ ഒരു മാരേജിലേക്ക് അത് പോയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണെച്ചാ ഇല്ലച്ചാ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെച്ചാ നിങ്ങൾ ഈ പേഴ്സണെ സഡൻലി മീറ്റ് ചെയ്യണു. ആൻഡ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ആദ്യം ഞാനൊരു റിന്യൂവൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങൾ ഇതുവരെ ആ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ ഈ പേഴ്സണെ വെരി സൂൺ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇതൊരു സഡൻ മീറ്റിംഗ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇല്ല എന്തോ എവിടെയെങ്കിലും ഈ പേഴ്സന്റെ ഫോട്ടോ കണ്ടു,
അതല്ല വെച്ചാൽ അവരുടെ നിങ്ങളുടെ മനസ്സിൽ സഡൻലി അവരുടെ ഒരു പാസ്റ്റ് മെമ്മറി വന്നു. അങ്ങനെയൊക്കെ അത് ഹിൻ്റാണ്, അത് യൂണിവേഴ്സ് തരണ ഹിൻറ്റ്സ് ആണ്, അത് നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകണ്ടെന്ന്. അങ്ങനെ ഞാൻ കാണുന്നത് ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആണ് ഒരു പാസ്റ്റ് പേഴ്സന്റെ കൂടെ. ഇപ്പൊ ഈ പേഴ്സന്റെ എനർജിയിൽ എംപ്രസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കുട്ടികളുടെ എനർജിയും ഉണ്ട്. അപ്പോൾ മേ ബി അവരുടെ കുട്ടികളും ഉണ്ടാവാം. നിങ്ങൾ മുമ്പേ ഫ്രണ്ട്സ് ആയിരുന്നു മേ ബി, പക്ഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ വേറെ ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ രണ്ടാളും ആദ്യം റീകണക്ട് ചെയ്യും, റീയുണൈറ്റ് ചെയ്യും. ഇവിടെ കുറെ സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സന്റെ എനർജിയിൽ. ഈ സ്ട്രെസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. പക്ഷെ ഇവിടെ കുറെ ആങ്സൈറ്റി ഉണ്ട്, അവർക്ക് രാത്രി ശരിക്കും ഉറക്കമില്ല. മേ ബി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ആലോചിച്ചിട്ടായിരിക്കാം. പേജ് ഓഫ് ഫോൺസ് ആണ് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു സഡൻ മീറ്റിംഗ് ആയിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയോ കണ്ട് മീറ്റ് ചെയ്തു, ഒരു ബൈ ചാൻസ് മീറ്റിംഗ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും ആദ്യം ഈ റിലേഷൻഷിപ്പിനെ ആദ്യം തുടങ്ങാൻ പോകുന്നുണ്ട്. ഇവിടെ 7 of Cups കുറച്ചൊരു കൺഫ്യൂഷന്റെ എനർജിയാണ് ആൻഡ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കുറെ ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷെ കുറെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബോൾഡായിട്ട് ഈ റിലേഷൻഷിപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കണു. ഇവിടെ ഒരു ടെംപ്റ്റേഷന്റെ എനർജിയും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരിക്കാം വേറെ ആൾക്കാരുടെ കൂടെ. പക്ഷെ ഈ ഇതൊരു ചാൻസ് മീറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞാൽ ഇത് പ്ലാൻഡ് അല്ല, പക്ഷെ സഡൻലി നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യണു ആൻഡ് ഈ റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആദ്യം തുടങ്ങണു. അപ്പൊ നിങ്ങൾ കുറെ എക്സൈറ്റഡ് ആണ് ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ട്. 3 of Cups, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, നിങ്ങൾക്ക് ഈ പേഴ്സണെ ആദ്യം മീറ്റ് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ കുറെ നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞ ആ ഒരു ഫീലിംഗ് ഉണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോ 10 of Wands, പാസ്റ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ വിട്ടിട്ട് വരി ഒന്നും ചെയ്യാണ്ട് ഈ പേഴ്സന്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജി, ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 of Wands ആണ്. അപ്പൊ എവിടെയോ ഏതോ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും മാരേജ് പ്ലാൻസ് ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് അവർ ഇപ്പോഴും നിങ്ങളെ കുറെ ഒരു സ്റ്റേബിൾ എനർജി ആയിട്ടാണ് കാണുന്നത്. വെരി റെസ്പെക്ട്ഫുൾ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ റെസ്പെക്ട് ഉണ്ട്. കുറച്ചൊരു പേടി ഉണ്ട്. എന്നുവെച്ചാൽ ഇത് ആദ്യം നിങ്ങൾ റീകണക്ട് ചെയ്താൽ ഇത് എവിടേക്കാ പോവാന്ന് ഈ പേഴ്സൺ അറിയില്ല. അപ്പൊ കുറെ കെയർഫുൾ ആയിട്ടാണ് ഇവർ സംസാരിക്കണതും. എന്നുവെച്ചാൽ കുറെ സമയം ആയിട്ടുണ്ടാവും നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്യാണ്ട്. അതും കുറച്ചൊരു ഇവിടെ സമയത്തിന്റെയും ഇതുണ്ട്, ഒരു ഗ്യാപ്പ് വന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷെ അത് ഉണ്ടായിട്ടും ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 5 of Pentacles ആണ്. അപ്പൊ ഇവിടെ ഇന്റൻഷൻ എന്താ വെച്ചാ നിങ്ങൾക്ക് പേടിയുണ്ട് അത് ഇത് ചിലപ്പോ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയി പോകുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് സൊസൈറ്റി എന്താ പറയാന്ന് അതിന്റെ പേടിയുണ്ട്, ആൾക്കാരെന്താ പറയാന്ന് അതിന്റെ പേടിയുണ്ട്, നിങ്ങളുടെ ഫാമിലി ഉണ്ട് വെച്ചാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യാന്ന് അതിന്റെ പേടിയുണ്ട്. അപ്പൊ നിങ്ങളും കുറെ സൂക്ഷിച്ചിട്ടാണ് ഈ പേഴ്സന്റെ കൂടെ ഡീൽ ചെയ്യണത്. ഈ പേഴ്സന്റെ എനർജിയും അങ്ങനെ തന്നെയാണ്. പറഞ്ഞാൽ അവർ കുറെ സ്റ്റക്കാണ്, സ്റ്റാഗ്നന്റ് ആണ്. എന്നുവെച്ചാൽ അവർക്കും ഷുവർ അല്ല ഇത് എന്താണ് മനസ്സിലാക്കേണ്ട ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. കുറെ ഒരു ഓക്വേർഡ് ആയിട്ട് എനർജിയാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, മുമ്പേ നിങ്ങളുടെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഇപ്പോ ഈ സിറ്റുവേഷനിൽ ഇത് റിന്യൂ ചെയ്യണോ? അപ്പൊ അങ്ങനത്തെ കുറെ തോട്ട്സ് ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. ഓക്കെ, വെർഗോ എനർജി ഇവിടെ കാണാണ്ട്. അപ്പൊ ഇവരും ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിൽ എന്താ ഫ്യൂച്ചർ ഉണ്ടാവാന്ന്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പൊ നിങ്ങൾ കുറെ സ്ലോ മൂവിങ് എനർജിയിലാണ്. അപ്പൊ ഇവിടെ ഒരു ധൃതി ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴാ പറ്റുന്ന വെച്ചാൽ അങ്ങനെ മീറ്റ് ചെയ്യണു,
സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ആ കാര്യങ്ങളൊക്കെ എടുക്കണ കൊണ്ടുപോകണം മുമ്പോട്ട്. ഈ പേഴ്സന്റെ എനർജിയിലും ടെമ്പറൻസ് ആണ്. ഇവരും ഫ്ലോയിലാണ് പോണത്. അങ്ങനെ ഒരു ഇന്നെ മീറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ഇതില്ല. പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഒരു ടൈം ഇതൊന്നുമില്ല, ഫാക്ടർ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാ പറ്റുന്ന വെച്ചാൽ അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യണു, കുറെ എൻജോയ് ചെയ്യണു. ഇതുവരെ ഞാൻ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേ കാണുള്ളൂ. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ തോട്ട് ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും മനസ്സിൽ അതുണ്ട്. ഈ ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു പാസ്റ്റ് ഉണ്ടെന്ന്. അത് നിങ്ങളുടെ രണ്ടാളുടെയും മനസ്സിലുണ്ട് ആ കാര്യം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ മേ ബി ഈ പേഴ്സൺ അത്ര എഫേർട്ട് ഇടില്ല, ഓരൽസ് അവർക്ക് ഒരു പേടിയുണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടാണ് നിങ്ങൾ വേണിച്ചിട്ട് കുറെ സ്ലോ ആയിട്ട് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. എന്നുവെച്ചാൽ ഇവർക്ക് പേടിയായാലോ, ഇവർ പിന്നെ സഡൻലി നിങ്ങളെ കട്ട് ഓഫ് ചെയ്താൽ അത് നിങ്ങൾക്ക് വിഷമാവും. അതുകൊണ്ട് നിങ്ങളും കുറെ മെല്ലെയാണ് ഈ കാര്യം അപ്രോച്ച് ചെയ്യണേ, സൂക്ഷിച്ചിട്ടാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണേ. ഈ പേഴ്സണിന്റെ അവരുടെ ആക്ഷനിൽ ഞാൻ കാണുന്നത് ഒരു ഇമോഷണൽ റൊമാൻറ്റിക് മെസ്സേജ് ആണ്. അപ്പൊ അവരും ഫ്ലോയില് പോണു. നിങ്ങളെന്താ പറയണ വെച്ചാൽ അതുമാതിരി അവര് ചിലപ്പോ ഒരു റൊമാൻറ്റിക് മെസ്സേജോ ഇല്ല ഫ്ലേർട്ടിങ് അതൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഔട്ട്കം ഇവിടെ 5 of Wands ആണ്. അപ്പൊ ഔട്ട്കമ്മിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എന്നുവെച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും അവൈലബിൾ അല്ല. രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിരിക്കണു. കല്യാണം കഴിഞ്ഞിട്ടില്ല വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളും വേറെ ആൾക്കാരുടെ കൂടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഇവിടെ കുറെ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ചെയ്യണത് ശരിയാണോ, എന്താണ് ഈ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണോ, അതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഫ്യൂച്ചർ ഉണ്ടോ, അതൊക്കെ കുറെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. 5 of Wands ഇതിൻ്റെ മുമ്പും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അത് മിസ് ഔട്ടായി. ആൻഡ് നിങ്ങൾക്ക് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് അത് വർക്ക്ഔട്ട് ചെയ്തില്ല. ഇപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഗിൽട്ട് ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ യൂണിവേഴ്സ് ആദ്യം നിങ്ങൾക്കൊരു വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം തന്നെ ഉണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഈ ഡിസിഷൻ നിങ്ങളുടെ ആണ് ഇപ്പോൾ. ഇതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണോ ഓർ ഇവിടെ ഒരു അഫെയർ ആണോ, അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, പക്ഷെ ആ യൂണിവേഴ്സ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ആദ്യം കൊണ്ടുവരിക്കണു. അപ്പൊ എന്താണ് ഇവിടെ മെസ്സേജസ് നിങ്ങളുടെ മനസ്സിൽ ഇല്ല, അവരുടെ മനസ്സിലുള്ള മെസ്സേജ്? ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ സിറ്റുവേഷൻ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കണു. ഐ എം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. ആൻഡ് ഇവിടെ ലാസ്റ്റ് കാർഡ്, ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ജെമിനായി ഉണ്ട്, ലീബ്ര ഉണ്ട്, വെർഗോ ഉണ്ട്. അപ്പോൾ ഇതന്നെയാണ് സയൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇത് മെസ്സേജ് റെസൊനേറ്റ് ആയിച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ മെസ്സേജാണ്. അതല്ല നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. എല്ലാവർക്കും ഇത് റെസൊനേറ്റ് ആവില്ല. പേഴ്സണൽ റീഡിങ്ങിൽ കൂടുതൽ റെസൊനേറ്റ് ആവും. എന്നുവെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമാണ്. ഇവിടെ കുറെ ആൾക്കാരുടെ, കുറെ ലിയോസിന്റെ എനർജി ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സ്റ്റോറി ഒരുമാതിരി ആവില്ല. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക ആൻഡ് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്, സ്ക്രീനിലും ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം. അവിടെ ഫോളോ ചെയ്യുക. അവിടെ വേറെ രീതിയിൽ ഞാൻ മെസ്സേജസ് ഇടാറുണ്ട്. അപ്പോൾ അവിടെ എക്സ്ട്രാ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.